ആൾക്കാർ എന്നോട് പോയി ഒരുപാട് വർക്കുണ്ടല്ലോ. ഇത് കുറേ വർക്കുണ്ടല്ലേ. എടുത്തല്ലേ ഇനി എല്ലാം കൂടെ ചാടിക്കോ കുഴപ്പമില്ല കുഴപ്പമില്ല വീഴത്തില്ല. ശരിയല്ല ചാടിക്കോ കുഴപ്പമില്ല കുഴപ്പമില്ല വീഴത്തില്ല. ശരിയല്ല അല്ലെങ്കിൽ ഞാൻ ചാടി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അതേ നമ്മൾ നെഞ്ചിലേറ്റി വളർത്തി വലുതാക്കിയ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വൈകാരികമായി പോവും. അതായത് ഞരമ്പന്മാർ നെഞ്ചിലേറ്റി വളർത്തി വലുതാക്കിയ ഒരു താരം, അതേ നമ്മുടെ ഹന്ന രാജൻ കഴിഞ്ഞ ദിവസം ഒരു ഉദ്ഘാടനത്തിന്, ഓണത്തോടനുബന്ധിച്ച് ഒരു ചിൽഡ്രൻസ് പാർക്കിന്റെ ഉദ്ഘാടനത്തിനാണെന്ന് മനസ്സിലാക്കുന്നു. ആ ഒരു ഉദ്ഘാടനത്തിന് വന്നതുമായി ബന്ധപ്പെട്ട് ഏറെ ഞെട്ടലുളവാക്കുന്ന, അതായത് 16 മില്യൺ, ഏതാണ്ട് 1,60,00,000 ആളുകൾ കണ്ട ഒരു വീഡിയോ കഴിഞ്ഞ ആഴ്ചകളിൽ ട്രെൻഡിങ്ങിൽ വെച്ച് നോക്കുമ്പോൾ ഇത്രയും അധികം ആളുകൾ കണ്ട ഒരു വീഡിയോ ഇല്ല. ആ ഒരു വീഡിയോ തെല്ല് ഞെട്ടലോടെ അല്ലാതെ നമ്മൾക്കാർക്കും കണ്ടു തീർക്കാൻ സാധിക്കത്തില്ല. കടുത്ത രീതിയിലുള്ള പ്രതിഷേധം, തെറി അഭിഷേകം, കേട്ടാലറയ്ക്കുന്ന തെറികളാണ് പ്രമുഖ താരം ഹന്ന രാജനെ ആളുകൾ വിളിക്കുന്നത്. എന്താണ് സംഭവിച്ചത്, എന്താണ് യഥാർത്ഥത്തിൽ താരത്തിന് പറ്റിയത്, താരത്തിന്റെ ഭാഗത്ത് നിന്ന് ചില കയ്യബദ്ധം സംഭവിക്കുകയുണ്ടായോ, വളരെ വിശദമായി പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യം വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്ത് കാണാൻ ഉറപ്പായി ശ്രദ്ധിക്കുക. ആൾക്കാർ എന്നോട് പോയി നോക്കുക, പതിവിൽ നിന്നും വിപരീതമായി താരം ഒരു വ്യത്യസ്തമായ വേഷം, അതായത് ഒരു ധാവണിയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ളൊരു വേഷമാണെന്ന് തോന്നിയേക്കാമെങ്കിലും സാരി ഉടുത്തില്ല. അതായത് സാരി ഉടുക്കാൻ ഓള് മറന്നുപോയി. ധൃതിയിലിറങ്ങിയപ്പോൾ സാരി ഉടുക്കാൻ ഓൾക്ക് സാധിക്കാത്ത അതേ ബ്ലൗസിൽ ബാത്റൂമിൽ നിന്ന് ഓടി വന്ന രീതിയിൽ വന്നിരിക്കുന്നു എന്നാണ് ആളുകളുടെ ആക്ഷേപം. നിരവധി കമന്റുകളാണ് വന്നിരിക്കുന്നത്. കമന്റുകൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. കമന്റുകൾ കൂടുതലും മോശമാണ്. എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നും കൂടി നമുക്ക് ഇതിന്റെ ക്ലൈമാക്സിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. വളരെ വിശദമായി പരിശോധിക്കാം. കമന്റുകൾ വരട്ടെ. സാരി ഉടുക്കാൻ മറന്നു, ഊമ്പിയ കേരളം. Oh, she received urgent call from her director to come location immediately when she was getting ready. സാരി ഉടുക്കാൻ മറന്നുപോയോ, എന്തൊരു വൃത്തികേടാണ് ഇതൊക്കെ എന്നാണ് ഒരു പകയൻ ടോം ജോസഫ് ചോദിച്ചിരിക്കുന്നത്. 4000-ഓളം പേരാണ് ലൈക്ക് ചെയ്തിരിക്കുന്നത്. ഡാഷ് മറയ്ക്കാൻ സമരം നടത്തിയ ആളുകളാണോ ഇങ്ങനെ? അയ്യോൾ, ഇവൾ സാരി ഉടുക്കാൻ മറന്നുപോയി. ഈ ശവത്തിന്റെ പുറകെ കോലും പിടിച്ച് നടക്കുന്ന നാറുകളെയാണ് സമ്മതിക്കേണ്ടത്. തന്ത എന്നൊരു സാധനം ഇവൾക്കില്ല. അതാണ് ഇതിനെല്ലാത്തിനും കാരണം. ബാത്റൂമിൽ നിന്ന് നേരിട്ട് ഉദ്ഘാടനത്തിന് വന്നിരിക്കുന്നു. മുമ്പിൽ എന്തോ വെച്ച് കെട്ടിയിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് വരുന്ന കമന്റുകൾ കേട്ടാലറയ്ക്കുന്ന, 7 വെള്ളത്തിൽ കുളിച്ചാൽ മാറാത്ത രീതിയിലുള്ള കനത്ത രീതിയിലുള്ള തെറികൾ മാത്രമാണ് കമന്റായി വന്നിരിക്കുന്നത്. ഏതാണ്ട് 8000-ലധികം കമന്റുകളാണ് വന്നിരിക്കുന്നത് ഈ ഒരു വീഡിയോയ്ക്ക്. 16 മില്യൺ ആളുകൾ കണ്ടിരിക്കുന്നു. 1,60,00,000 കേരളത്തിന് പുറത്തടക്കമുള്ള ആളുകൾ, വിദേശീയരടക്കം സ്വദേശീയരടക്കം നിരവധി ആളുകൾ ഈ വീഡിയോ കണ്ട അഭിപ്രായം പങ്കുവച്ചിരിക്കുന്നു. കമന്റ് ബോക്സിൽ കടുത്ത വിമർശനമുണ്ടെങ്കിലും വീഡിയോയ്ക്ക് ഏതാണ്ട് 7 ലക്ഷത്തോളം പഹയന്മാരാണ് ലൈക്ക് ചെയ്തിരിക്കുന്നത്. ഏറെ ഞെട്ടലുളവാക്കുന്ന സംഭവം. ഇനി എന്താണ് ഈ ഒരു വിഷയത്തിൽ ഹന്ന രാജന് സംഭവിച്ചത്? ഹന്ന രാജനെ ഈ ഒരു വിഷയത്തിൽ കുറ്റം പറയാൻ സാധിക്കുമോ? അതായത് കഴിഞ്ഞ ആഴ്ച ഹന്ന രാജൻ ഇതേമാതിരി ഒരു ഇനാഗുറേഷന് വന്നപ്പോൾ ഉണ്ടായ സംഭവം, ആ ഒരു വീഡിയോ വരട്ടെ. എന്നെ കാണാനുള്ള തിരക്കിൽ ബ്ലോക്ക്, ഞാൻ എങ്ങനെ എത്തുന്നു നോക്കാം, അപ്പൊ കാണാം. അതായത് കഴിഞ്ഞ ആഴ്ച സാധാരണ നിലയ്ക്കുള്ള ഞരമ്പന്മാരുടെ വലിയൊരു പ്രഭാഗമുണ്ടെന്ന് മനസ്സിലാക്കി എന്നെ കാണാനാണ് ഈ ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓള് ചെന്നപ്പോൾ ഒരു പൂച്ചക്കുട്ടി അവിടെ ഇല്ല എന്നുള്ളതായിരുന്നു വാസ്തവം. അതായത് സാധാരണ നിലയ്ക്കുള്ള ഒരു തിരക്ക് അവിടെ അനുഭവപ്പെട്ടില്ല കഴിഞ്ഞ ഇനാഗ്രേഷന്. അന്ന് എടുത്തുകൊണ്ട് പോയ ആ ഒരു ഡ്രസ്സിൻ്റെ ചില ഡ്രസ് കോഡിലുള്ള വൈരുദ്ധ്യം കാരണമാണോ എന്ന് ഓൾക്ക് തെല്ല് ഡൗട്ടുണ്ടായി, തെല്ല് നിരാശയുണ്ടായി. അതിനെ തുടർന്ന് ഓളൊരു തീരുമാനമെടുക്കുകയായിരുന്നു. അതായത് അടുത്ത ഇനാഗ്രേഷനിൽ വ്യത്യസ്തമായി എന്തെങ്കിലും കാണിക്കണമെന്നുള്ളൊരു തീരുമാനമെടുത്തതിനെ തുടർന്ന് അടുത്ത ഇനാഗ്രേഷൻ വരികയാണ്. പിന്നീട് എന്താണ് ഉണ്ടായത്?
നോക്കുക, വന്നിറങ്ങിയ മാത്രയിൽ തന്നെ ലോഡിംഗ് തൊഴിലാളിയുടെ അടക്കം നിരവധി ആളുകൾ നെഞ്ചിലേറ്റാൻ വേണ്ടി അടുത്തുകൂടി ഫോട്ടോ സെൽഫി എടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കള്ളി കൊണ്ടുകൊടുത്തിട്ടാണ് പഹയന്മാർ നിൽക്കുന്നത്. എനിക്ക് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്, നീ ഇതുപോലുള്ള ഉദ്ഘാടന പരിപാടിയിൽ 2 ദിവസം മുമ്പേ കാണാൻ വരുന്ന ആളുകൾക്ക് കടുക്കാവെള്ളം കൊടുക്കണമെന്ന് എൻ്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റാണത്. കാര്യം എന്തൊക്കെയായാലും നിരവധി ആളുകൾ അവിടെ വന്ന് ഓളെ നെഞ്ചിലേറ്റി. അതിനുശേഷം ഓള് വേദിയിലേക്ക് പോകുന്നു, ഉദ്ഘാടനം കഴിയുന്നു. അതിനുശേഷം ചില ടാസ്കുകൾ കൊടുക്കുവാണ്. അതായത് ഉദ്ഘാടനത്തിന് ശേഷം ഓള് തുള്ളിക്കളിക്കുന്ന തരത്തിലുള്ള ചില ടാസ്കുകൾ കൊടുക്കുന്നു. ചാടിക്കോ, കുഴപ്പമില്ല കുഴപ്പമില്ല. വീഴത്തില്ല, ശരിയല്ല അതാ. ചാടിക്കോ, കുഴപ്പമില്ല കുഴപ്പമില്ല. വീഴത്തില്ല, ശരിയല്ല അതാ. അല്ലെങ്കിൽ ഞാൻ ചാടി. അതായത് ഒരു തുള്ളിക്കളിക്കുന്ന ഒരു കുന്ത്രാണ്ടത്തിൽ കയറി ഇന്നതിന് ശേഷം ഓളോട് പറയുകയാണ് പഹയന്മാർ, അതായത് ഞരമ്പ് രോഗികളായുള്ള ആൾക്കാർക്ക് വേണ്ടി വീഡിയോ എടുക്കുന്ന പഹയന്മാർ ക്യാമറയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതായത് ഈ തുള്ളിക്കളിച്ചോ, ചാടിക്കേ എന്ന് പറയുകയാണ്. അപ്പോൾ ഓള് പറയുന്നത് എൻ്റെ കോസ്റ്റ്യൂം ശരിയല്ല, എൻ്റെ കോസ്റ്റ്യൂം മക്കാറായ കോസ്റ്റ്യൂമാ, ഇതും കൊണ്ട് കളിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഓള് കാണിച്ച പരിപാടി ഓള് തിരിഞ്ഞു നിന്നിട്ട് കനത്ത തിരിച്ചടി പഹയന്മാർക്ക്, കനത്ത തിരിച്ചടിയാണ് ഞരമ്പന്മാർക്ക് വേണ്ടി വീഡിയോ എടുക്കാൻ പോയ പഹയന്മാർക്ക് ഉണ്ടായത്. ഏറെ ദുഃഖകരമായ ഒരവസ്ഥ. അതിൻ്റെ ശേഷം പിന്നെ ഒരുപാട് ടാസ്കുകൾ ഇതേമാർക്ക് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് ഉദ്ഘാടനം ഇങ്ങനെ ആയിരിക്കും. ഈ രീതിയിൽ വസ്ത്രപരിഷ്കരണത്തിന് ശേഷം ചില ടാസ്കുകൾ കൊടുക്കുന്നു, അത് ക്യാപ്ചർ ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. ഹനാരാജനെ സംബന്ധിച്ച് ഇതിനു മുമ്പ് ഹനാരാജൻ വെളിപ്പെടുത്തിയത് നമ്മൾ കണ്ടതാണ്. ഓൾക്ക് എന്താ പറയുക, പുറത്തിറങ്ങുമ്പം മാത്രം, ഈ ഉദ്ഘാടനത്തിന് ഇറങ്ങുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ ഒരു വസ്ത്രധാരണം. അല്ലാത്ത സമയത്ത് ഓൾ എടുക്കുന്നത് ഓളൊരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. ഞാൻ വെക്കാം. മാസ്ക് ഒന്ന് പറ്റുമോ? ഇതാണ് ശരിക്കുള്ള ലുക്ക്. ഇനോഗ്രേഷൻ മാത്രം നിങ്ങൾ ആ പേക്കോലം കാണുള്ളൂ. ശരി, എന്നാ ബൈ. നോക്കുക, ഒരു മാതൃക. അതായത് ആൾക്കാർ കാണുന്ന സ്ഥലത്ത്, ചെറിയ കുട്ടികളടക്കം വരുന്ന സ്ഥലത്ത്, പബ്ലിക്കിന്റെ ഇടയിൽ പരമാവധി വസ്ത്രബഹിഷ്കരണം നടത്തുക. ആരും കാണാത്ത സ്ഥലത്ത് യാത്രകൾ പോകുമ്പോൾ തൻ്റെ പ്രൈവറ്റ് സ്ഥലങ്ങളിൽ മുഴുവൻ മറച്ചുകൊണ്ട് സാധാരണ നിലയ്ക്ക് ഒരു യാഥാസ്ഥിതിയായ ഒരു മലയാളി പെൺകുട്ടിയെ പോലെ മാസ്ക് അടക്കം വെച്ചുകൊണ്ട് മാതൃകയാവുന്ന, ഏറെ ഞെട്ടലുളവാക്കുന്ന ഒരു വീഡിയോ തന്നെയാണ്. എന്നാൽ ഹന്നാരാജനെ നെഞ്ചിലേറ്റിയ, ഹന്നാരാജനെ ഫോളോ ചെയ്യുന്ന, അതായത് ഓൾക്ക് ഇൻസ്റ്റഗ്രാമിലടക്കം ഏതാണ്ട് 7 ലക്ഷം രൂപയോളം മാസ വരുമാനം, അതായത് പ്രൈവറ്റ് വീഡിയോയിലൂടെ തന്നെ മാസ വരുമാനം ഓള് നേടുന്നുണ്ട്. 390 രൂപ നിരക്കിൽ 1795 പഹയന്മാരാണ് കയറി കൂടിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഓളെ നെഞ്ചിലേറ്റുന്ന പഹയന്മാർ പറയുന്നത് ഇതൊരു കയ്യബദ്ധം, ഇത് ഒരു അബദ്ധം പറ്റിയതാണ്. ഓളെ ഇങ്ങനെ വിമർശിക്കേണ്ട ആവശ്യമില്ല. അതിനെക്കുറിച്ച് ഓള് തന്നെ പങ്കുവെക്കുന്ന ഒരു വീഡിയോ വരട്ടെ. ആ സാരി എടുക്കാൻ ഞാനൊന്നും ചെയ്യാറില്ല. സാരി എടുപ്പിക്കുന്ന ആൾക്കാരുണ്ട്. മേക്കപ്പ് ഞാൻ തന്നെ, ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, വെറുതെ വാരി പൂശിയാക്കും. ശ്രദ്ധിക്കുക, നോട്ട് ദ പോയിന്റ്. അതായത് ഓൾക്ക് മേക്കപ്പ് ഇടാൻ മേക്കപ്പ് മാനില്ല, സ്വന്തമായി ഇടുന്നു, എല്ലാ കാര്യങ്ങളും സ്വന്തമായി ചെയ്യുന്നു. പക്ഷെ സാരി ഉടുക്കാൻ ഓൾക്കറിയില്ല. സാരി ഒരാൾ ഉടുത്തു തരുന്നതാണ്, അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾ ചേർന്ന് ഓളെ ഉടുപ്പിച്ച് കൊടുത്തിട്ടാണ് ഉദ്ഘാടനങ്ങളിൽ പോവുക. അതായത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കഴിഞ്ഞ ദിവസം ഏതോ ഒരു സാഹചര്യത്തിൽ ഓൾക്ക് സാരി ഉടുത്ത് കൊടുത്തുകൊണ്ടിരുന്ന പഹയന്മാർ, അല്ലെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകളായ പെണ്ണുങ്ങൾ വരാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് സ്ഥിരമായി സാരി കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ മിസ്സിങ് ആയപ്പോൾ ഓൾക്ക് സാരി ഉടുക്കാനായിട്ട് അറിയത്തുമില്ല. താൻ പറഞ്ഞ സമയത്ത്, വാക്ക് കൊടുത്ത സമയത്ത് ഉദ്ഘാടനത്തിന് എത്തിച്ചേരാൻ പറ്റാത്തൊരവസ്ഥ. സാധാരണ നിലയ്ക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ ഉദ്ഘാടകരെ പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ലേറ്റാവും, എനിക്ക് സാരി ഇതുവരെ ഉടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന, അല്ലെങ്കിൽ അവിടെ വന്നിരിക്കുന്ന ആളുകളെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരവസ്ഥ. കള്ളഹിമാറുകൾ കുറച്ച് വെയിറ്റ് ചെയ്യട്ടെ എനിക്ക് വേണ്ടി എന്ന് ചിന്തിക്കുന്ന ആളുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട്, സാരി ഇല്ലെങ്കിൽ വേണ്ട, എനിക്ക് സാരി ഇല്ലെങ്കിൽ എന്താ, എന്നെ കാണാൻ, എന്നെ നെഞ്ചിലേറ്റാൻ വന്ന ആളുകളുടെ മുമ്പിൽ ബ്ലൗസ് മാത്രം ഇട്ടുകൊണ്ട് ഞാൻ പോകാനും എനിക്ക് മടിയില്ല എന്നുള്ളൊരു തീരുമാനമെടുത്ത ഈ ഒരു പെൺകുട്ടിയെ നമുക്ക് വിമർശിക്കാനാവുമോ? എങ്ങനെയാണ് നിങ്ങളിതിനെ കാണുന്നത്? അതെ, ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുപോലെ കറേജുള്ള, ഇതുപോലെ ബോൾഡായ പെൺകുട്ടികളെ തന്നെയല്ലേ നമ്മുടെ നാടിന് ജെൻസി പിള്ളേരടക്കം കണ്ടുപഠിക്കേണ്ടത്? ഇവരെ തന്നെയല്ലേ? എങ്ങനെയാണ് നിങ്ങളിതിനെ കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്തുക. ആദ്യമായി വീഡിയോ കാണുന്ന ഒരു വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.